എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ തോപ്പുംപടി മാർക്കറ്റിൽ നിന്ന് കേരമീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കേരമീൻ കറി വെക്കാം. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കടുകും കൂടെ ഞാൻ ചതച്ചാട്ട് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇടണ്ട കേട്ടോ. നിങ്ങളൊക്കെ ഗരം മസാല ഇടുവാന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ കേരമീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ട് വെള്ളം, എണ്ണ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിക്കാം കേട്ടോ. അടപ്പില് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി നല്ലൊരു ചൂടായി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടിയിലാണ് ഞാൻ വെക്കണത്. അപ്പൊ ചട്ടി നല്ലൊരു ചൂടായി വന്നിട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ നല്ലൊരു ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകുമാണ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതെല്ലാം മുരിഞ്ഞൊരു പകുതി ഇതാകുമ്പോഴാണ് കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചതച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നപ്പോഴേക്കും ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സവാളയെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള മുരിഞ്ഞതിലോട്ടേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച് ആ പൊടികളില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കണം. അരപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളിങ്ങനെ തന്നെയാണ് ആ കേരമീൻ വെക്കണേന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനി നല്ലപോലെ മൊരിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നം അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതിലോട്ട് സവാളയിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഇനി നോക്കിയിട്ട് ഇതിലോട്ട് ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി ഇട്ട് വെച്ചേക്കണം ആ വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ഇനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഈ നല്ലൊരു മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനിടാനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. ആ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് എന്റെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എന്റെ പകുതി പണിയും കഴിഞ്ഞിട്ടാ. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ എടുത്തു വെച്ചേക്കണ മീനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മീനൊക്കെ വെന്ത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പൊ മീൻകറിയൊക്കെ റെഡി ആയിട്ട് കാണട്ടെ ഇനി. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കിട്ടേ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.